കൂടുകൂട്ടാൻ വന്നല്ലോ താമര പൈങ്കിളികൾ. നീലക്കാടുകൾ നൃത്തം വെക്കും മാനം നീളേ, മാനം നീളേ. നീലക്കാടുകൾ നൃത്തം വെക്കും മാനം നീളേ, മാനം നീളേ. കൂടുവെക്കാൻ എത്തിയല്ലോ നക്ഷത്രക്കിളികൾ, ഓമനക്കിളികൾ. കൂടുവെക്കാൻ എത്തിയല്ലോ നക്ഷത്രക്കിളികൾ, ഓമനക്കിളികൾ. പഞ്ചാര പാട്ടുപാടു രണ്ടോമൽ പൈങ്കിളികൾ കൂടുകൂട്ടാൻ വന്നല്ലോ താമര പൈങ്കിളികൾ. പഞ്ചാര പാട്ടുപാടും രണ്ടോമൽ പൈങ്കിളികൾ കൂടുകൂട്ടാൻ വന്നല്ലോ താമര പൈങ്കിളികൾ, താമര പൈങ്കിളികൾ. പഞ്ചാര പാട്ടുപാടും. നിവേദുട്ടാ, എന്തോ ഭയങ്കര രസമുണ്ടായിരുന്നോടാ. Thank you. ആ ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. Thank you. എന്തായിരുന്നു ആ ഒരു പ്രത്യേകത ഈ ഒരു റൗണ്ടിൽ ഇട്ടത്, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സോങ്ങില്? അത് കെ എസ് ജോർജ് സാർ പാടിയ മാതിരി ഒരു ശൈലി കൊണ്ടുവരാൻ നോക്കി ഞാൻ. ആ, എളുപ്പമായിരുന്നോ? ആ കുറച്ച് എളുപ്പം. എളുപ്പമായിരുന്നു. ഓക്കെ, ഔസേപ്പച്ചൻ സാർ. എനിക്കിത് കേൾക്കുമ്പോൾ ദേവരാജൻ മാഷ് പാടിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നി. ഇത് കമ്പോസ് ചെയ്താണ്, അറിയോ? കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? റൗണ്ട് വന്നിട്ടുണ്ട്. റൗണ്ട് വന്നിട്ടുണ്ട്. ആ ഹാ ഹാ. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി, അദ്ദേഹത്തിൻ്റെ ശൈലി അതേപോലെ പഠിച്ച് പാടുന്നതാണെന്ന് കെ എസ് ജോർജൊക്കെ, പഴയ പാട്ടുകാരൻ. മോൻ അത് അപ്പോൾ മോൻ്റെ ശബ്ദത്തിൽ, ആ ചെറിയ ശബ്ദമാണ് മാഷ്ട. അപ്പോൾ മോനിത് പാടി കേൾക്കുമ്പോൾ എനിക്ക് ദേവരാജൻ മാഷ് മുമ്പിലിരുന്ന് പാടുന്ന പോലെ ആ ഓരോ വാക്കുകൾ കൊടുക്കുന്ന നുവാൻസസ് ഒക്കെ ഉണ്ടല്ലോ, ഓരോ ലൈനിൻ്റെയും എൻഡിൽ കൊടുക്കുന്ന ആ ഒരു ചെറിയൊരു നുവാൻസസ് ഉണ്ട്, അത് മോനൊക്കെ മനോഹരമായിട്ട് കൊടുക്കും. താങ്ക് യു സാർ. പിന്നെ ഏതോ ഒരു സ്ഥലത്ത് മോൻ സ്ഥിരമായിട്ട് എനിക്കും ഒരു കൺഫ്യൂഷനായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്, അത് എന്താണെന്ന് മനസ്സിലായില്ല. അത് മിന്നുകെട്ടാൻ കാത്തിരിക്കണ പൂമരക്കൊമ്പിൽ, അതെന്താണ് സംഭവം? അതെന്താണ്? ആ നോട്ട് മാറുന്ന മോനെ മനസ്സിലായില്ല. പിന്നെ ശരിയായി. അത് പാടി കൊടുത്ത അണ്ണാച്ചിക്ക്. അതെന്നൊന്നും പാടി ശരിയാക്കിയെന്ന് എനിക്ക് കൺഫ്യൂഷനായി, എനിക്ക് ഓർമ്മയില്ല അതിപ്പോ. അതെ, മിന്നുകെട്ടാൻ കാത്തിരിക്കണ, അങ്ങനെയാണോ? കാത്തിരിക്കണ അതല്ലേ? ആണോ? ആ, അപ്പൊ അതിലുള്ള ഒന്നുകൂടി പാടിയാൻ. അത് വലിയ നിഷാദല്ലേ? മിന്നുകെട്ടാൻ കാത്തിരിക്കണ, അല്ല മിന്നുകെട്ടാൻ കാത്തിരിക്കണ ആണോ? ആ, അത് കറക്റ്റായിട്ട് അതെല്ലാ സ്ഥലത്തും ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നു ചെറുതായിട്ട്, അത് മാത്രമേ ഒരു കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ 100ക്ക് 100 എനിക്കിഷ്ടമായി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ചേച്ചി. നിവേദൂട്ടാ, എന്തോ അസലായി പാടും. താങ്ക് യു മാം. എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് ഈ കവളൊക്കെ ഇങ്ങനെ പിടിച്ച് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. ഓടി വാ. താമര പൈങ്കിളികൾ. പഞ്ചാര പാട്ടുപാടും രണ്ടോമൽ പൈങ്കിളികൾ കൂടുകൂട്ടാൻ. ഞാനും കൂടെ ഒന്ന് സ്നേഹിക്കട്ടെ. അയ്യാടാ, എനിക്ക് ഭയങ്കര ഓമനത്തും തോന്നണ. അങ്ങ് വാ. ഓടിപ്പോ. Love you, മുത്തേ. അവനെ പിടിക്കാനുണ്ട് സുഖമായിട്ടോ. നീ മെലിഞ്ഞോ, അല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ച് ഞെക്കി കൊല്ലും നിന്നെ. ഒരു പാവം കുട്ടി, പാവം മുഖത്ത് ഒരു നിഷ്കളങ്കതയുണ്ട്. ശരിക്കും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അവനെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തോന്നുന്നു. അങ്ങ് പോന്നോ? ക്യൂട്ട് മോൻ. പോവാന്ന് മനസ്സിലായി പാടുകയും ചെയ്തേ. എനിക്ക് തുടക്കത്തിലുള്ള ആ കൈ വെച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് ഇങ്ങനെയൊക്കെ, അത് ഭയങ്കര ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെ പോലെയൊക്കെയാണ്. ഭയങ്കര സ്റ്റേജ് പ്രസൻസ് പോലെയൊക്കെ. ഒന്ന് ആ എക്സ്പ്രഷൻ ഒന്ന് കാണിക്കോ കൈ വെച്ചിട്ട്. അതെ. പഞ്ചാര പാട്ടുപാടു രണ്ടോമൽ അതാ പഠിച്ചു വെച്ചിരിക്കുകയാണ് ആ എക്സ്പ്രഷൻ ആ പാട്ടിനോടൊപ്പം. സൂപ്പർ.
ഇതിനകത്ത് ഒരാ ഫസ്റ്റ് പല്ലവിയിലുള്ള ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറഞ്ഞ പോലെ ചെറിയ ചെറിയ തുടക്കത്തിലുള്ള മാത്രം ശ്രുതി ഒന്ന് സസ്റ്റെയിൻ നോട്ട്സിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ ബാക്കി അങ്ങോട്ട് ഉഗ്രനായിരുന്നു. താങ്ക് യു മാം. പിന്നെ എനിക്ക് നിന്നെ കാണുമ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ല. ഇത്രയും ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി. നന്നായി പാടണം കേട്ടോ. ഇനിയും ഇത് ഗംഭീര പ്രകടനം. നീ നന്നാവട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ശരത് സർ. മക്കളെ കുഞ്ഞാടെ നന്നായിട്ട് പാടി. താങ്ക് യു നല്ല ആ ഒരു അതിൻ്റെ ഒരു യഥാർത്ഥ ഫീല് നമുക്ക് കിട്ടി മക്കളെ കേട്ടോ. എനിക്ക് ആകെപ്പാടി ഇപ്പം അണ്ണാച്ചി പാടിച്ചില്ല മക്കളെ കൊണ്ട്. ഇത് പിന്നെ അത് ആ സ്വരം മാറുന്നതിനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നടാ. അത് നമുക്ക് ആകെപ്പാടെ നമ്മളെ എല്ലാ ആശയക്കുഴപ്പത്തിലാക്കിക്കളും. എന്താണ് സായാണോ നീയാണോ എന്താണെന്നുള്ളത് അറിഞ്ഞൂടാ. അത് കൃത്യമാക്കുക മോനെ, അത്രേ ഉള്ളൂ കേട്ടോ. അത് ആദ്യം മാത്രമേ ആ കുഴപ്പം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാം നീ പെർഫെക്റ്റ് ആയി. നല്ല സുഖം ഉണ്ടായിരുന്നു മൊത്തത്തിൽ. കാര്യം എന്തൊക്കെയാലും ആ ഒരു അതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു മോനെ പാടുമ്പോൾ. ആ ഒരു ലൈൻ ഒന്ന് കറക്റ്റ് അവൻ മുഴുവനും അറിഞ്ഞിട്ടില്ല, അറിവായിട്ടില്ല. മിന്നു കെട്ടാൻ നമുക്കൊന്ന് കൃത്യമാക്കാമെന്നാണ് അണ്ണാച്ചി അവകാശപ്പെടുന്നത്. തെറ്റരുത്, അത് പക്കായിട്ട് പാട്. മിന്നു കെട്ടാൻ കാത്തിരിക്കണം. അതങ്ങ് നിർത്തി അവിടെ കൊണ്ട് കെട്ടാൻ കാത്തിരിക്കണം. ആർക്കൊരു കേസ് കൊടുക്കുക, ആർക്കൂടെ പാടണ്ടേ? അത് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ മോനെ. അതിൻ്റെ ഒരു അത് കൃത്യമാവണ്ടേ. നീന എന്നുള്ളത് ഒരു ക്ലാരിറ്റി വേണം പാടുമ്പോൾ. മോൻ പാടുമ്പോൾ അതേ ഉള്ളൂ, അല്ലാതെ മനോഹരമായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. പിന്നെ ഔസേപ്പ് ബച്ചൻ സാറിന്റെ 2 പാട്ട് ഞാൻ അവിടെ പാടിയിട്ടുണ്ട്. അതെ, ഏത് പാട്ടൊക്കെ? ഉണ്ണികളെ ഒരു കഥ പറയാം, പിന്നെ നീ എൻ സർഗ സൗന്ദര്യം. ഓ, അതിൽ ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു ഏത് പാട്ടാ വേണ്ട സാറിന്? അവനിഷ്ടമുള്ള പാട്ട്. നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ സത്യസംഗീതമേ, നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ, നീ എൻ സർഗ സൗന്ദര്യമേ. ആ ഈണങ്ങളിൽ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ കേൾക്കുന്ന കേട്ടോ. ഓരോരോ ഈണങ്ങളിൽ ഒന്നുകൂടി പാടിയ എന്ത് രസമാണ്. മോനെ തെറ്റിക്കല്ലേ, മുഴുവൻ പാടണ്ട. ഓരോ ഈണങ്ങളിൽ. ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. ഓക്കേ, സൂപ്പർ. ഇനി മാർക്സ്. നല്ല നല്ല കമന്റ്സ് അല്ലേ? അപ്പൊ നല്ല നല്ല മാർക്കായിരിക്കും. ചോദിച്ചു നോക്കാം. ഔസേപ്പ് ബച്ചൻ സർ. ഓക്കെ സർ, ഇതാ മാർക്ക് എഴുതി കുഴിച്ചിട്ടു. ഇനി വെള്ളം ഒഴിച്ചാ കിളിക്കും. ഓക്കെ ശരത് സർ. യെസ് സാർ. മാർക്ക് മക്കളെ എന്തോ 8.7. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി നന്നായി പാടി മോനെ. 8.8. താങ്ക് യു മാം. സോ ടോട്ടൽ 17.5. അടിപൊളി, നല്ല മാർക്സ്. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.